എല്ലാവർക്കും നമസ്കാരം. ഈ വർഷം നമ്മൾ സമ്പർക്ക് ക്യാമ്പിനിട്ടിരിക്കുന്ന പേര് ചേഞ്ച് ലീഡേഴ്സ് മീറ്റ് എന്നുള്ളതാണ്. അത് വളരെ മനോഹരമായിട്ടാണ് നടന്നിരിക്കുന്നത്. 603 കേഡറ്റുകൾ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മളെ SPC പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകളിലെയും പ്രതിദാനം ചെയ്തുകൊണ്ട് അവിടെ പങ്കെടുക്കേണ്ടായി. എല്ലാ അർത്ഥത്തിലും അത് ഒരു വളരെ വൻ വിജയമായിരുന്നു എന്നാണ് അവിടെ വന്നിരിക്കുന്ന എല്ലാവരും അസസ് ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഗവർണർ സദാശിവൻ സാർ അത് ഇനാഗ്രേറ്റ് ചെയ്തു. സ്റ്റേറ്റ് പോലീസ് ചീഫ് ഉൾപ്പെടെയുള്ള ഉന്നത വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സംസ്ഥാന ഹെഡുകൾ, പ്രധാനപ്പെട്ട SPCയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സംസ്ഥാന ഹെഡുകൾ അതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ സംസ്ഥാനതല ക്വിസ് കോമ്പറ്റീഷൻ വളരെ ഗംഭീരമായി നടത്തി. മോഡൽ അസംബ്ലി വളരെ ഗംഭീരമായിട്ട് നടത്തി. വളരെ വളരെ നല്ല രീതിയിൽ. ഇതുകൂടാതെ ഇംഗ്ലണ്ടിൽ നിന്നും അർമേനിയയിൽ നിന്ന് അതുപോലെ തന്നെ ഇന്ത്യയുടെ 12ഓളം സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിനിധികൾ SPCയുടെ പ്രവർത്തനങ്ങൾ കാണാൻ വന്നു. ചില സെലക്ഷനുകൾ എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, പൂർണ്ണമായിട്ട് ശരിയായിരുന്നു എന്നുള്ളത്. ചില ആളുകൾ, വളരെ കുറച്ച് പേരെങ്കിലും അത്ര സ്റ്റേറ്റ് ക്യാമ്പിന് അതേ ലെവലിലേക്ക് എത്തി. പക്ഷേ ഒരു 8 ദിവസത്തെ പരിശീലനത്തിലേക്ക് എൻഡിലേക്ക് എത്തിയപ്പം എല്ലാവരും തന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലേക്ക് ഉയർന്നു വന്നു എന്നുള്ളത് വളരെ പ്രശംസനീയമായ കാര്യമാണ്. സമ്മർ ക്യാമ്പിന്റെ അവസാനത്തിൽ എല്ലാ കേഡറ്റുകളും പങ്കെടുത്തിരിക്കുന്ന SPCയുടെ പാസിംഗ് ഔട്ട് പരേഡ്, സംസ്ഥാനതല പാസിംഗ് ഔട്ട് പരേഡ് ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയിരുന്നു എൻ്റെ സല്യൂട്ട് സ്വീകരിച്ചത്. രക്ഷിതാക്കളും സീനിയർ ഉദ്യോഗസ്ഥന്മാരും അടക്കം ഒരു വലിയ ജനാവലി അവിടെ ഉണ്ടായിരുന്നു. നല്ല വെയിലും ഉണ്ടായിരുന്നു, മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. പക്ഷേ ആ ക്യാമ്പിൻ്റെ ആ പരേഡിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ SPCയുടെ എന്നല്ല പലതിൻ്റെയും വെച്ച് നോക്കുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കുട്ടി പോലും ആ പരേഡ് ഗ്രൗണ്ടിൽ ഒരല്പം നേരം ഇരിക്കുക പോലും പരേഡിൻ്റെ സമയത്ത് നടന്നിട്ടില്ല എന്നുള്ളത് എത്രമാത്രം ശാരീരികവും മാനസികവുമായ ബലം നമ്മളെ കേഡറ്റുകൾ നേടിയിട്ടുണ്ട് എന്നുള്ള അതിൻ്റെ അതേപോലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ഏറെ പ്രശംസയായി തോന്നിയിട്ടുണ്ട്. ഒന്ന്, അവിടെ നടത്തിയിരിക്കുന്ന എക്സിബിഷനിൽ പല സ്കൂളുകളിൽ നിന്നും വളരെ ക്രിയേറ്റീവ് ആയിരിക്കുന്ന സജഷൻസ് ആണ് വന്നിരുന്നത്. വളരെ പെട്ടെന്നാണ് നടന്നിരിക്കുന്നതെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയായിരുന്നാലും വളരെ ക്രിയേറ്റീവ് ആയിരിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തേത്, അതിൻ്റെ അവസാന ദിവസം ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, ചേഞ്ച് ലീഡർ എന്നുള്ള നിലയ്ക്ക് ഒരു മാറ്റത്തിൻ്റെ വക്താക്കൾ എന്നുള്ള നിലയ്ക്ക്, മാറ്റത്തിൻ്റെ ലീഡേഴ്സിൽ എന്ന നിലയ്ക്ക് സമൂഹത്തിൽ അനിവാര്യമായ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് വിശദമായൊരു ചർച്ച ചെയ്യുകയും ഓരോരുത്തരും വ്യക്തമായിരിക്കുന്ന ഒരു പദ്ധതി ഉണ്ടാക്കുകയും ആ പദ്ധതി അവരുടെ ഡയറിയിൽ എഴുതി വെച്ചിട്ട് അവർ പോയിരിക്കുകയാണ്. ഇനി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് അതിൻ്റെ പ്രകമ്പനം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് കരുതുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ വലിയ റിസൾട്ടുകൾ നമ്മൾ പ്രവർത്തിക്കാമെന്ന് പ്രതീക്ഷിക്കും. ഇനി നമ്മൾ ജില്ലാ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും സംസ്ഥാന ക്യാമ്പിലേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷേ അറിയാലോ, നമുക്ക് സെക്കൻഡ് ഇയറിൽ തന്നെ ഏകദേശം 25-30,000 കുട്ടികളുണ്ട്. ഇത്രയും കുട്ടികളെ ഒന്നിച്ച് നമുക്ക് എങ്ങനെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമെന്നുള്ള പ്രയാസം കൊണ്ടാണ് നമ്മൾ നടത്താതിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഹയർ സെക്കൻഡറിക്കും ഹൈസ്കൂളുകാരെയും ഒന്നിച്ചു കൊടുത്തി എന്നുള്ളൊരു വലിയ കാര്യമാണ്. അത് തന്നെയായിരിക്കണം ജില്ലകളിൽ നടത്തുന്നതെന്ന് ഞാൻ കരുതുന്നു. ഹയർ സെക്കൻഡറി ഹൈസ്കൂളുണ്ട്. ജില്ലാ ക്യാമ്പുകളിലും ഒരുപക്ഷെ എല്ലാ കുട്ടികളെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം എന്താണ്, അതിനുള്ള സൗകര്യങ്ങളുണ്ടാവില്ല. ഇപ്പം സ്കൂളുകളിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളുകളെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ആരോഗ്യകരമായ മത്സരം വരെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. സ്റ്റേറ്റ് തലത്തിൽ പങ്കെടുത്തിട്ട് ചേഞ്ച് ലീഡറായിട്ട് വന്നിരിക്കുന്ന ആളുകളും ജില്ലാ തലത്തിൽ നടക്കുന്നവരും തമ്മിൽ വേണമെങ്കിലാവും. ഓരോരുത്തർക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ഈ 15-16 വയസ്സിന് തന്നെ മലാല ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു പെൺകുട്ടി ഒരു ദിവസം കരുതുകയാണ്, ഞാൻ പഠിക്കലല്ല എനിക്ക് പ്രധാനം, എനിക്ക് ശേഷം വരാനിരിക്കുന്ന ഈ പ്ലാനറ്റ് ഗ്രഹം തന്നെ അപകടത്തിലാണ്, അതുകൊണ്ട് എ ഡേ ഫോർ ദ ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ എല്ലാ ഫ്രൈഡേയും കുട്ടികൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു ആഗോള പ്രസ്ഥാനമാക്കി വളർത്തിയിരിക്കുന്ന ഒരു പെൺകുട്ടിയിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം. ഇപ്പോൾ ഇവിടെയുള്ള ഈ കേഡറ്റുകളും ഉദ്ദേശിക്കേണ്ടത് ഇവിടെ നിന്നും പിരിഞ്ഞു പോകുന്ന സമയത്ത് എല്ലാവരും ഒരു ചേഞ്ച് ലീഡറാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ചേഞ്ച് ലീഡർ, നമ്മൾ പലപ്പോഴും മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യമുണ്ട്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളുടെ നാട്ടിൽ നല്ല മാലിന്യ വിമുക്തമായിരിക്കുന്ന ഒരു പ്രദേശമാകുക, നല്ല പോലെ നിങ്ങൾ പുഴകൾ മലിനപ്പെടാത്ത ഒരു പുഴയുണ്ടായിരിക്കുക,
അല്ലെങ്കിൽ നമ്മൾ ആകാശം മലിനപ്പെടാതിരിക്കുക, നമ്മളെ മണ്ണ് മലിനപ്പെടാതിരിക്കുക, നമ്മളെ നാട്ടിൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കാതെയും പുകവലിക്കാത്ത ഒരു നാടുണ്ടാകുക, നമ്മളെ നാട്ടിൽ എല്ലാവരും തന്നെ ഒന്നിനൊന്നായിട്ട് മെച്ചപ്പെട്ടിരിക്കുന്ന ഒരു രീതിയിൽ പ്രവർത്തിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കുക, എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, നന്മ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടാവും. ജീവിതത്തിന് സുഖവും ദുഃഖവും കൂടി ചേർന്നിരിക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. ഒരുപാട് പ്രയാസങ്ങളും സ്ട്രെയിനുകളും സ്ട്രെസ്സുകളും ഒക്കെ വരും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ദർ ഇസ് നോ ഗെയിൻ ഇഫ് ദർ ഇസ് നോ പെയിൻ. ഒരു വേദനയും സഹിക്കാത്ത ഒരാൾക്കും ഒരു നേട്ടവും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നെഗറ്റിവിറ്റിക്കെതിരെയുള്ള ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ആ മാറിയിരുന്നതിനെ അംഗീകരിക്കണമെങ്കിൽ, മാറിയിരിക്കുന്ന കാര്യം സംഭവിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് നമ്മളെ നേതൃത്വത്തിൽ സംഭവിക്കണമെങ്കിൽ ആ മാറ്റം ആദ്യം നമ്മളിൽ നിന്നും കണ്ടു തുടങ്ങണം. നമ്മളിൽ നിന്ന് ഈ മാറ്റം എങ്ങനെ കണ്ടു തുടങ്ങാം എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിൽ ചില ദുശ്ശീലങ്ങളുണ്ടെങ്കിലോ, നമ്മളിൽ അല്പം മടിയുണ്ടെങ്കിലോ, നമ്മളിൽ കഠിന പ്രയത്നം നടത്താനുള്ള താല്പര്യക്കുറവുണ്ടെങ്കിലോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ കളയണം. എന്നിട്ട് നമ്മൾ അങ്ങ് ഇറങ്ങിത്തിരിക്കുക. ആദ്യം തന്നെ എൻ്റെ ഗുരുനാഥനായിരിക്കും നമ്മൾ SPCയുടെ സ്റ്റേറ്റ് അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ പറയാറുണ്ട്. ഞാൻ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നന്നായി കഴിഞ്ഞാൽ 50% പ്രശ്നം തീർന്നതാണ്. ഇപ്പം നമ്മൾ വീട്ടിൻ്റെ അകത്ത് നമ്മൾ പറയും ഒരു അടുക്കും ചിട്ടയില്ല, വൃത്തിയില്ല. നമ്മളെ പുസ്തകങ്ങൾ നേരെ വെച്ച് അടുക്കി വെച്ചുകൊണ്ടിരിക്കുക. അഴുക്കുകൾ കണ്ടാൽ നമ്മൾ തന്നെ അതൊന്ന് തുടച്ച് കളയുന്നത് നോക്കുക. പ്ലാസ്റ്റിക്കുകൾ മറ്റുള്ളവർ വലിച്ചെറിയുന്ന സമയത്ത് അത് വലിച്ചെറിയാൻ വേണ്ടിയിട്ട് അത് പെറുക്കിയിട്ട് ഇതെല്ലാം ചെയ്യണമെന്ന് പറയാം. അടുക്കളയിലും പരിസരത്ത് വൃത്തികേടായി കിടക്കുന്ന സമയത്ത് അത് വൃത്തിയാക്കി തുടങ്ങുക. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിച്ചു പോകുന്നുണ്ടെങ്കിൽ അച്ഛ അല്ലെങ്കിൽ ജ്യേഷ്ഠ ഹെൽമെറ്റ് ഇട്ടതിന് ശേഷം പോയാൽ മതി എന്ന് പറയാം. സീറ്റ് ബെൽറ്റ് ഇടാതെ ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധുക്കൾ ആരെങ്കിലും സീറ്റ് ബെൽറ്റ് ഇടുക. വേണമെങ്കിൽ എന്ത് ചെയ്യുക, സീറ്റ് ബെൽറ്റ് ഇടാതെയോ ഹെൽമെറ്റ് ഇടാതെയോ നമ്മളെ വണ്ടി കയറ്റിക്കൊണ്ട് പോകും. ഞാൻ വണ്ടിയിൽ കയറിയില്ല സീറ്റ് ബെൽറ്റ് ഇടാതെ എന്ന് പറയുമ്പോൾ ആ സ്നേഹ സമ്മർദ്ദത്തിനുമുള്ള അവർ മാറും. അങ്ങനെയാണ് മാറ്റങ്ങൾ തുടങ്ങുന്നത്. അല്ലാതെ ഒരാൾക്കും തന്നെ എന്ത് ചെയ്യില്ല, മാറ്റങ്ങൾ എന്ന് പറഞ്ഞത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ മാറണമെങ്കിൽ, മറ്റുള്ളവർ മാറണമെങ്കിൽ നമ്മൾ ആദ്യം മാറുന്ന ഒരു സംവിധാനമാണ്. നമ്മൾ ആത്മപരിശോധന നടത്തുക, നമുക്ക് എങ്ങനെയൊക്കെ മാറാൻ പറ്റുമെന്ന്. ഈ ക്യാമ്പുകൾ, ഈ ആത്മപരിശോധനയ്ക്കുള്ള സ്ഥലങ്ങളാകട്ടെ, അതുപോലെ തന്നെ നിങ്ങൾ നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. നമ്മളിൽ തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത് ഇവിടെ നിന്ന് നിങ്ങൾ തുടങ്ങണം. ഈ ക്യാമ്പിൽ നിന്ന് തന്നെ തുടങ്ങണം. ചിലപ്പോൾ നമുക്ക് ഓടുന്നതിനും ചാടുന്നതിനൊക്കെ മടിയുണ്ടാവും. ആ മടിയെ തോൽപ്പിച്ചുകൊണ്ടുള്ളൊരു മാറ്റം. ചിലപ്പോൾ നമുക്ക് ചിലത് എഴുതിയെടുക്കുന്നതിനുള്ള മടിയുണ്ടാവും. ആ എഴുതിയെടുക്കുന്ന മടിയെ തോൽപ്പിച്ചുകൊണ്ട് ക്ലാസ്സുകൾ വേണ്ട രീതിയിൽ പലതും ശ്രദ്ധിക്കാനുള്ള താല്പര്യക്കുറവുണ്ടാവും. ആ അതിൽ നിന്നുള്ള ചിലതിൽ പങ്കെടുക്കുന്നതിലുള്ള ചില താല്പര്യക്കുറവും പേടിയും ഉണ്ടാവും. ആ പേടിയിൽ നിന്നുള്ളൊരു മോചനം ഉണ്ടാകുക. അങ്ങനെ നമ്മളിൽ നിന്നും തുടങ്ങുക. നമ്മളിൽ നിന്നും ക്രമേണ നമ്മൾ വീട്ടിലേക്ക് തുടങ്ങുക. നമ്മൾ വീട്ടിൻ്റെ അകത്തുണ്ടാകുന്ന മാറ്റങ്ങളിലേക്ക് തുടങ്ങുക. വീട്ടിൻ്റെ അകത്ത് നിന്നും നമ്മൾ ചുറ്റുവട്ടത്തേക്കുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ചുറ്റുവട്ടത്തിൻ്റെ അകത്ത് നിന്നും നമ്മൾ സ്കൂളിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. സ്കൂളിൻ്റെ അകത്ത് നിന്നും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ലോകത്തിനെ തന്നെ മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുക. പണ്ട് ആഫ്രിക്കയിലും ഒരു മരം വെച്ച് പിടിപ്പിച്ച ഒരു സ്ത്രീയുടെ കഥയുണ്ടായിരുന്നു. അവർ പോകുന്നിടത്തെല്ലാം തന്നെ മരങ്ങൾ വെച്ച് പിടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് നോക്കിയപ്പം അവർക്ക് നൊബേൽ പ്രൈസ് പ്രഖ്യാപിച്ചു. ചോദിച്ചപ്പോൾ എനിക്കെന്തിനാണ് നൊബേൽ പ്രൈസ് എന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങൾ ഇത്രയും കാലം വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മരം ഏകദേശം 40 ലക്ഷത്തോളത്തിൽ അപ്പുറത്തേക്ക് വരുമെന്നാണ്. 40 ലക്ഷത്തിൻ്റെ അപ്പുറത്തേക്ക് മരങ്ങൾ വെച്ചെടുപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. അവരതിനു വേണ്ടി നൊബേൽ പ്രൈസ് കിട്ടാൻ വേണ്ടി ചെയ്തതല്ല, ചെയ്തു വന്നപ്പം ജനശ്രദ്ധയിൽ വന്നു എന്നുള്ള. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയതിലേക്ക് പോവുക, ഇതിനായിരിക്കണം ഈ ക്യാമ്പ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്യാമ്പിൻ്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. മനസ്സിൻ്റെയും ശരീരത്തെയും നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നതിനാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിസിപ്ലിൻ എല്ലാവരും ഈ ക്യാമ്പിൻ്റെ ത്രൂ ഔട്ട് നടത്തുക. ഇവിടെ ഇരിക്കുന്ന അധ്യാപകരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് അവരുടെ എല്ലാവരുടെയും ഒരേ ഒരു ഉദ്ദേശം, ഇവരിലെല്ലാം ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ള, ഈ സമൂഹത്തിനെ മാറ്റിമറിക്കാനുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള. ആ മാറ്റത്തിന് ആ ചേഞ്ചുകൾ അവരിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളും അറിയാതെ മാറിയിരിക്കണം. കാരണം പ്രകാശമുള്ളിടത്ത് മാത്രമേ പ്രകാശം പരത്താൻ പറ്റൂ. കത്തുന്ന മെഴുകുതിരിക്ക് മാത്രമേ മെഴുകുതിരിയുടെ വെളിച്ചം മറ്റുള്ളവർക്ക് പകരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്രകാശം പരത്തുന്നവരായിരിക്കണം നമ്മൾ. ചിന്തയിലും പ്രവൃത്തിയിലെല്ലാം നന്മയുടെ കിരണങ്ങൾ വിരിയുന്ന ഒരു മെൻറ്റർക്ക് മാത്രമേ ഇത്തരത്തിൽ അത് ചെയ്യാൻ പറ്റൂ. ആ ഒരു മെൻറ്ററായിരിക്കട്ടെ നിങ്ങളെല്ലാവരും എന്ന് വരുന്നു. അതുകൊണ്ട് ഈ ക്യാമ്പ് കഴിയുന്നതോടൊപ്പം നിങ്ങളുടെ പേരിൻ്റെ കൂടെ, എല്ലാ കേഡറ്റുകളുടെയും പേരിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചേരുകയാണ്.
ചേഞ്ച് ലീഡർ എന്നുള്ളത്. നിങ്ങൾ ചേഞ്ച് ലീഡർ ഗോപിനാഥനാകാം, ചേഞ്ച് ലീഡർ മൈക്കിളാകാം, ചേഞ്ച് ലീഡർ നിവേദിതയാകാം. എങ്ങനെ നിങ്ങളുടെ പേരുടെ ചേഞ്ച് ലീഡർ എന്ന് നിങ്ങൾ സ്വയം വിളിച്ച് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. നിങ്ങളെല്ലാവരും വെറും വിജയനല്ല, ചേഞ്ച് ലീഡർ വിജയനാകുന്ന ഒരവസ്ഥയാണ്. അതിലേക്ക് ചേഞ്ച് ലീഡർ ആയിക്കൊണ്ട് ഈ സമൂഹത്തിൻ്റെ മാറ്റങ്ങൾ ഏറ്റെടുക്കാനുള്ള ആത്മധൈര്യത്തോടും ആ ഇച്ഛാശക്തിയോടും കൂടി അതിൻ്റെ സുതാര്യതയും അതിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഇവിടെ നിന്നും ഇറങ്ങുകയും സമൂഹത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം, ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹം. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ജയ് ഹിന്ദ്.